ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നീ പകൽ സമയത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രനായ ക്രിസ്തുയേശുവിൻ്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവായ ദൈവത്തിന് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. അല്പസമയം ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാം കേൾക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ തിരുവചനം പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നാം വാഞ്ചിക്കണം. നാം വാഞ്ചയോടെ, പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ഇന്നും കർത്താവ് നമ്മളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. 10-ാം വാക്യം. മതി, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ നല്ല പിതാവേ, അടിയങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായ നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾ ഒരുമിച്ച് സഭയായി തിരുപ്പാദപീഠത്തിലായിരിക്കുന്നു. അടിയൻ അങ്ങയുടേതാണ്, സഭ അങ്ങയുടേതാണ്. കർത്താവേ, ഈ വിലയേറിയ വചനം അങ്ങയുടേതാണ്. ഈ വചനം ഏത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിനാൽ തന്നെ കർത്താവ് ഈ വചനം പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയനെ ശക്തീകരിക്കുകയും അത് കേൾക്കുവാൻ തൻ്റെ ജനത്തെ ഒരുക്കുകയും ചെയ്യണം. ഇത് വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. മഹത്വം ദൈവത്തിന്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞ ദിവസം, കർത്താവിന് വേണ്ടി നാം സമർപ്പിച്ച ദിവസം, നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയ ദിവസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. നാം സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നാം കാഹളധ്വനിക്ക് വേണ്ടി ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. നാം കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്നാൽ അവയിലെല്ലാറ്റിലും ഞാൻ പഠിച്ചിടത്തോളം, അറിഞ്ഞിടത്തോളം, എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് നാം ഇന്ന് വായിച്ചു കേട്ട വാക്യപ്രകാരം നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ദിവസം. ആ ദിവസത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയും നാം പഠിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യണം. ദൈവസഭയ്ക്കകത്ത് അപ്പോസ്തോലിക ഉപദേശമാണ്, ടീച്ചിങ്സാണ്. നാം ദൈവവചനം പഠിക്കുകയാണ്. ദൈവവചനം പ്രസംഗിക്കുന്നത് പുറത്താണ്. നാം ദൈവസഭയ്ക്കകത്ത് നാം ദൈവവചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് അതിൻ പ്രകാരം നമ്മുടെ ജീവിതം ഒരുക്കുന്ന ദിവസങ്ങളായിരിക്കണം. നാം വായിച്ച വാക്യത്തിലേക്കൊന്ന് വന്നേ. അവിടെ നാം പറയുകയാണ്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം എല്ലാവരും ഒരു ദിവസം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. നാം അവിടെ വെളിപ്പെട്ടു വരണം. എന്തിനു വേണ്ടിയാ? നാം ശരീരത്തിരിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നാം ആ ദിവസം പ്രാപിക്കും. ആ ദിവസം നാം പ്രാപിക്കും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം നാം അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ റെവലേഷൻ ചാപ്റ്റർ 14 വേഴ്സസ് 13 വായിച്ചത്. ഇത് നാം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാമോ? അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ആൻഡ് their works do follow them. നാം വായിച്ച വാക്യത്തിൽ, കുറുവാക്യത്തിൽ 2 Corinthians 5 തുടങ്ങുന്നത് കൂടാരമാകുന്ന
നമ്മുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനത്തിൽ നാം ചേർക്കപ്പെടും. നാം വായിച്ച 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, നാം ഈ ശരീരം വിട്ടുപോയതിന് ശേഷം, നമ്മുടെ ഈ കൂടാരമാകുന്ന ഭൗമ ഭവനം അഴിഞ്ഞുപോയതിന് ശേഷം, നാം കർത്താവിൻ്റെ മുമ്പിൽ നാം ചെയ്ത പ്രവൃത്തിക്ക് പ്രതിഫലം വാങ്ങുവാൻ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. മലാഖിക്ക് എഴുതിയ മലാഖി പ്രവചനം, നാം 3-ാം അധ്യായം, മലാഖി ചാപ്റ്റർ 3 വേഴ്സസ് 16-17 നാം അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഒന്ന് ഓടിച്ചു വായിക്കാം. ഇവിടെ നമുക്കൊരു ഓർമ്മയുടെ, സ്മരണയുടെ പുസ്തകം കാണാം. ദൈവസന്നിധിയിൽ എന്ത് കാണാം? ഒരു സ്മരണയുടെ പുസ്തകം കാണാം. ആ പുസ്തകത്തിൽ യഹോവ ഭക്തന്മാർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ചെയ്ത പ്രവർത്തികൾ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം. കർത്താവ് അത് എഴുതി വച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവൻ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആ ദിവസത്തിൽ കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്ത മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പം കർത്താവ് നമ്മളെ ആദരിക്കുന്നതിന് വേണ്ടി വച്ചിരിക്കുന്ന ദിവസമാണ് കർത്താവിൻ്റെ ആ ന്യായാസനം. കർത്താവ് ഭൂമിയിൽ മനുഷ്യനെ ന്യായം വിധിക്കുന്നത് 3 ന്യായാസനങ്ങൾ വെച്ചിട്ടാണ്. 3 സമയത്ത് 3 ന്യായവിധികളിലൂടെയാണ് ദൈവം ഭൂമിയിലുള്ള മനുഷ്യനെ ന്യായം വിധിക്കുന്നത്. 1-ാമത്തെ ന്യായവിധിയാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ വരണമെങ്കിൽ തന്നെ നമുക്കൊരു ക്വാളിറ്റി വേണം. അതിൽ നമുക്ക് യോഗ്യതയുള്ളവർക്ക് മാത്രമേ ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ. 2-ാമത്തെ ന്യായവിധി നാം കാണുന്നത് മത്തായി എഴുതിയ സുവിശേഷം എടുക്കേണ്ട 25-ാം അധ്യായത്തിൽ നാം കാണുന്നു. കർത്താവ് തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി, വിശുദ്ധന്മാരുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദൈവം തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം വയ്ക്കും. കർത്താവ് അന്ന് ഭൂമിയിലുള്ള സകല ജാതികളെയും ഒരുമിച്ച് കൂട്ടും. അത് നടക്കുവാൻ പോകുന്നത് കർത്താവ് 1000 ആണ്ട് വാഴ്ച, കർത്താവിൻ്റെ മിലേനിയം ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് അന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന സകല ജാതികളെയും കൂട്ടിവരുത്തി വലത്തും ഇടത്തുമായി തിരിക്കും. വലത്ത് നിൽക്കുന്നവരോട്, നിങ്ങൾക്ക് ലോകസ്ഥാപനം മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പീനെന്ന് പറഞ്ഞ് അവരെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കും. ഇടത്ത് നിൽക്കുന്നവരോട് സാത്താനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിട്ടുള്ള നിത്യ നരകത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയും. അങ്ങനെ 2-ാമത്തെ ന്യായവിധി നാം കാണാം. 3-ാമത്തെ ന്യായവിധി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അവിടേക്ക് വരുമ്പോൾ, 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വെള്ള സിംഹാസനം കാണാം. മരിച്ചവൻ ആബാലവൃതം ആ സിംഹാസനത്തിന് മുമ്പിൽ വരും. ആദം മുതൽ ജനിച്ച് മരിച്ച സകല മനുഷ്യരും ആ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വരും. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. പാതാളം തന്നെയുള്ള മനുഷ്യരെ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ 3 ന്യായവിധികളാണ് നാം കാണുന്നത്. നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. 1 ക്രിസ്തുവിൻ്റെ ന്യായാസനം, 2 തേജസ്സിൻ്റെ സിംഹാസനം, 3 വെള്ള സിംഹാസനം. അങ്ങനെ 3 ന്യായവിധികളാണ് നാം കാണുന്നത്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 2-ാം മരണത്തിന് മേൽ അവൻ അധികാരമില്ല. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാൻ നമുക്ക് എങ്ങനെ ഭാഗ്യം, നമ്മളെങ്ങനെയാണ് കർത്താവ് ക്വാളിറ്റി നമ്മളെ ആക്കുന്നതെന്ന് ചോദിച്ചാൽ നാം സങ്കീർത്തനത്തിലേക്ക് പോകണം. സങ്കീർത്തനം സാംസ് 50 പോവാം. സാംസ് 50 വേഴ്സസ് 3 to 5 എന്ന് വായിച്ചേ. 50-ന്റെ 3 മുതൽ 5 വരെ. ഇവിടെ പറയാണ്, യഹോവയായ ദൈവം വരുന്നു. ദൈവം എന്തിനാ വരുന്നേ? ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ദൈവം ജഡ്ജ്മെന്റിന് വേണ്ടിയാണ് വരുന്നത്. കർത്താവ് വരുമ്പോൾ കർത്താവ് എങ്ങനെയാണ് വരുന്നത്? കർത്താവിന് ചുറ്റും വലിയ കൊടുങ്കാറ്റ് കാണാം. കർത്താവിൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കാൻ, ഇവിടെ ആരെയാണ് ന്യായം വിധിക്കുന്നത്?
തൻ്റെ ജനത്തെ, സ്വന്തം ജനത്തെ ന്യായം വിധിക്കുന്നു. അവിടെ പറയുകയാണ്, വീണ്ടും എടുത്ത് പറയുകയാണ്, കർത്താവാരെ ന്യായം വിധിക്കുന്നത് തന്നോട് യാഗം കഴിച്ച് നിയമം ചെയ്ത തൻ്റെ വിശുദ്ധന്മാർ. ദൈവത്തോട് യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്ത തൻ്റെ വിശുദ്ധന്മാർ. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇവിടെ ആരെ ന്യായം വിധിക്കുന്നത്? ദൈവത്തോട് നിയമം ചെയ്ത, ഉടമ്പടി ചെയ്ത് കർത്താവുമായി ആ റിലേഷനിലേക്ക് വന്ന വിശുദ്ധന്മാരെയാണ് ദൈവം ഇവിടെ ന്യായം വിധിക്കുന്നത്. നാം പഴയ നിയമം പഠിച്ചു നോക്കുമ്പോൾ അത് ആദ്യ നിയമമായി കാണാം. നമ്മുടെ ദൈവം ഗോഡ് ഓഫ് കവണൻ്റ് ആണ്, നിയമത്തിൻ്റെ ദൈവമാണ്. നാം പുതിയ നിയമവും പഴയ നിയമവും രണ്ട് നിയമങ്ങളാക്കി ബൈബിളിനെ തരംതിരിച്ച് പഠിക്കുമ്പോൾ ആദ്യ നിയമത്തിലേക്ക് പോകുമ്പോൾ, പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലേക്കൊന്ന് വരാമോ? ഹീബ്രൂസ് ചാപ്റ്റർ 9 വരാമോ? അതിൻ്റെ 18 ഒന്ന് വായിക്കാമോ? 18 മുതലൊന്ന് പെട്ടെന്ന് വായിക്കാമോ? അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. ആദ്യ നിയമം എന്ത് കൂട്ടി പ്രതിഷ്ഠിച്ചതാണ്? രക്തത്തിൽ നിന്നാണ് ആദ്യത്തെ നിയമവും ചെയ്യുന്നത്. പിന്നെ പുസ്തകത്തിൻ്റെ മേലും സകല ജനത്തിന്മേലും തളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? നെക്സ്റ്റ്. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തമെന്ന് പറഞ്ഞ് യഹോവയുടെ ദാസനായ മോശ തൻ്റെ ജനത്തിൻ്റെ മേൽ ഈസോപ്പ് തണ്ടുകൊണ്ട് തളിക്കുന്നു. അങ്ങനെ ആദ്യ നിയമം രക്തം കൊണ്ട് നിയമം ചെയ്യുകയാണ്. നാം ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവ് നോഹയോട് നിയമം ചെയ്യുന്നു, കർത്താവിൻ്റെ ദാസനായ അബ്രഹാമിനോട് നിയമം ചെയ്യുന്നു, അങ്ങനെ മോശയോട് നിയമം പറഞ്ഞു കൊടുക്കുന്നു. ആ നിയമപ്രകാരം ജനത്തെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ നിയമം ചെയ്ത് ദൈവവുമായി ഒരു വിശുദ്ധ ബന്ധത്തിലേക്ക് വരുവാൻ ദൈവം ആദ്യ നിയമത്തിൽ തന്നെ ജനത്തിന് അനുവാദം കൊടുക്കുകയാണ്, ജനത്തെ അങ്ങനെ അനുവദിക്കുകയാണ്. നാം 2-ാം നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം, അതിൻ്റെ മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വന്ന എല്ലാ സുവിശേഷങ്ങളിലും അത് പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 26-28 വരുമ്പോൾ അവിടെ നാം കാണുന്നു. മാത്യു 26-28. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൽ എൻ്റെ രക്തം, പുതിയ നിയമത്തിൽ എൻ്റെ രക്തം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ കർത്താവ് ഒരു പുതിയ നിയമം നമ്മുടെ മുമ്പിൽ തൻ്റെ സ്വന്തം രക്തം ചിന്തി, കർത്താവിൻ്റെ സ്വന്തം രക്തവുമായി നമ്മളുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. ആര് ആ ഉടമ്പടിക്ക് കൈ കൊടുക്കുമോ അവരാണ് കർത്താവിൽ വിശുദ്ധന്മാരായി തീരുന്നത്. നാം ഒരുപക്ഷെ കർത്താവിനെ അറിഞ്ഞപ്പോൾ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, കർത്താവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ വചനത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കുകയില്ല ഒരുപക്ഷെ നാം അത് ചെയ്യുന്നത്. എന്നാൽ നാം യഥാർത്ഥത്തിൽ ഒരു കവണന്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർ തമ്മിൽ ഉടമ്പടി ചെയ്യുകയാണ്. ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയാണ്? നാം കേട്ടിട്ടുണ്ടല്ലോ, സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിന്നെ സ്നേഹിച്ചും ഞാൻ നിന്നെ പരിപാലിച്ചും ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഉപസമ്മതം ചെയ്താണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഏർപ്പെടുന്നതെങ്കിൽ, ഒരു താൽക്കാലികമായ ജീവിതത്തിൽ ഈ ഭൂമിയിൽ അവസാനിക്കുന്ന ഒരു ബന്ധത്തിൽ നാം അങ്ങനെയാണ് ഏർപ്പെടുന്നതെങ്കിൽ, നിത്യത മുഴുവൻ നിലനിൽക്കുന്ന ദൈവവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് എത്ര വലിയ ഉടമ്പടിയിലാണ് നാം പ്രവേശിക്കുന്നത്. നാം എത്ര വലിയ ഉടമ്പടിയിലാണ് പ്രവേശിക്കുന്നത്. നാം 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യമാണ് നാം വായിച്ചത്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ 11-ാം വാക്യം നാം വായിക്കുന്നത് ഇപ്രകാരം: ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. മനുഷ്യരെ എന്താ സമ്മതിപ്പിക്കുന്നത്? അതിൻ്റെ 14-ാം വാക്യം വായിക്കുന്നത്: ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും
ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇവിടെ നമ്മളെ സമ്മതിപ്പിക്കുകയാണ്. എന്താ? എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചു, ഇനിയും ഞാൻ മരിച്ചു, ഇനിയും ജീവിക്കുന്നത് എനിക്കായിട്ടല്ല, എനിക്ക് വേണ്ടി മരിച്ച കർത്താവിനായിട്ട്. അതാ നിയമം, അതാ ഉടമ്പടി. നാം കർത്താവിനോട് ചെയ്യുന്ന ഉടമ്പടി അതാണ്. എൻ്റെ കർത്താവ്, നീ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു, സ്വന്തം രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി. എങ്കിൽ ഇനിയും ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കർത്താവ് ഇനി ജീവിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും, എന്നെ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാനല്ല തീരുമാനമെടുക്കുന്നത്, എൻ്റെ ഇഷ്ടപ്രകാരമല്ല ജീവിക്കുന്നത്, എൻ്റെ ദൈവമേ ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുമെന്ന് പറഞ്ഞ് കർത്താവിനോട് നിയമം ചെയ്ത് ഉടമ്പടി ചെയ്തവരാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ന്യായാസനത്തിൽ നിൽക്കുവാൻ പോകുന്ന വിശുദ്ധന്മാർ. അങ്ങനെ വിശുദ്ധന്മാർ നിൽക്കുമ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന 1 പത്രോസ് എഴുതിയ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ, 1 പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത്. 1 പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4 വാക്യം നാം ഇപ്രകാരം കാണുന്നത്. രക്ഷയ്ക്ക്, ഞാൻ പെട്ടെന്ന് സമയം കുറവുകൊണ്ട് ഓടിച്ചു പോവുകയാണ്, ദൈവശക്തിയിൽ നാം അന്ത്യകാലത്ത് ഒരുങ്ങപ്പെടുവാൻ പോകുന്ന ആ രക്ഷയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന നമ്മളെ ദൈവം ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ല അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ഇങ്ങനെ വീണ്ടും ജനിപ്പിച്ചത് കാരണം, നമ്മളെ തിരഞ്ഞെടുത്തത് കാരണം നമുക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്? അതുകൊണ്ട് അതിൽ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ടി വരുന്നു. നമുക്ക് വരുന്ന പരീക്ഷകളൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാം വേദനകളിലൂടെ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മറ്റുള്ളവർക്കില്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ നാം കടന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവിടെ പറയുക, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്, ദൈവശക്തിയാൽ കാക്കപ്പെടുന്നവരാണ്, ക്ഷയം, മാലിന്യം, വാട്ടമൊന്നുമില്ലാത്ത അവകാശത്തിന് വേണ്ടി കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. അതിൽ നാം നാനാ പരീക്ഷകളാൽ ഇപ്പോൾ ദുഃഖിച്ചിരിക്കേണ്ടി വരുന്നു, എങ്കിലും നാം ആനന്ദിക്കുന്നു. അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വാക്യം ഇപ്രകാരം പറഞ്ഞു, 7-ാം വാക്യം, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാനിടയായി വരും. കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം ഇന്ന് അനുഭവിക്കുന്ന പരീക്ഷകൾ, നാം ഇന്ന് കടന്നു പോകുന്ന വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, അവയൊക്കെ നാം ജയിച്ചാൽ, ആ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നാം ദൈവകൃപയിൽ നിലകൊണ്ടാൽ നമുക്ക് എന്ത് തരും? ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാരണമായി തീരുവാൻ ഇടവരും. അങ്ങനെ നമ്മളെ മാനിക്കുവാൻ, നമ്മളെ ബഹുമാനിക്കുവാൻ, ഒരപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ആദരിക്കുവാനാ ക്രിസ്തുവിൻ്റെ ന്യായാസനം വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ എന്തെല്ലാം അവിടെ നടക്കുവാൻ പോകുന്ന സംഭവം ഓടിച്ചു പറയാൻ എൻ്റെ വളരെ ചുരുക്ക സമയം എൻ്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് വളരെ എൻ്റെ കൂടെ വരണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദാനിയേലിൻ്റെ പ്രവചനം, ദാനിയേൽ ചാപ്റ്റർ 7 വേഴ്സസ് 9 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുവൻ ന്യായാസനത്തിൽ ഇരിക്കുന്നതായി നമുക്കവിടെ കാണുക. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയായിരുന്നു. അവൻ്റെ സിംഹാസനം അഗ്നിജാലയും അവൻ്റെ രഥങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. നെക്സ്റ്റ് എന്ന് വെച്ചാൽ മോളെ, അവിടെ നാം കായുന്നു, ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. അവിടെ നാം കാണുന്നു, 50-ാം സങ്കീർത്തനത്തിൽ നാം കണ്ടു, നമ്മുടെ ദൈവം വരുന്നു, അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, കൊടുങ്കാറ്റ് അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. നാം സങ്കീർത്തനങ്ങൾ 108 ഇപ്രകാരം വായിക്കുന്നത്, കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലകളെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്ന ദൈവം, അവൻ കെരൂബുകളുടെ മീതെ ഇരുന്ന് വാഹനത്തിൽ പറക്കുന്നു, അവൻ കാറ്റിൻ്റെ ചിറകിന്മേൽ ഇരുന്ന് പറക്കുന്നു എന്ന് പറഞ്ഞാൽ, കാറ്റുകളെ തൻ്റെ സഞ്ചാരമാക്കി തീർക്കുന്ന, കെരൂബുകളെ തൻ്റെ വാഹനമാക്കി തീർക്കുന്ന, കൊടുങ്കാറ്റിൽ സഞ്ചരിക്കുന്ന യഹോവയായ ദൈവം തൻ്റെ വിശുദ്ധന്മാരെ ന്യായം വിധിക്കുകയാണ്. നാം ആരാണ് ഈ ന്യായം വിധിക്കുന്നതെന്ന് നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നത്, ന്യായവിധി എല്ലാം പിതാവായ ദൈവം പുത്രന് ഭരമേൽപ്പിച്ചിരിക്കുന്നു. സമയം കുറവുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നത്. ന്യായവിധിയെല്ലാം പിതാവായ ദൈവം പുത്രനെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം ദൈവം പുത്രനായ യേശു കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം ന്യായവിധിയെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശു കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? വിധിയിൽ ഞാൻ ഏകനല്ല, ഞാൻ വിധിക്കുമ്പോൾ ഞാൻ പിതാവും ഞാനും ഒരുമിച്ച് ആ വിധി നടത്തുന്നത്. അതുകൊണ്ട് എൻ്റെ വിധി ന്യായമാകുന്നു. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവവും പുത്രനായ യേശു കർത്താവും തന്നെ
തന്നെ സ്നേഹിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ആദരിക്കുന്ന ദിവസമാണ് ആ ന്യായവിധി ദിവസം. ആ ന്യായവിധി ദിവസത്തിൽ നമ്മൾക്ക് എങ്ങനെ നിൽക്കുവാൻ കഴിയും? അല്പസമയം നമ്മൾ അതിനുവേണ്ടി ചിന്തിക്കാൻ പോകുക. ശ്രദ്ധയോടെ ഇരിക്കണേ. എഹെസ്കേൽ എഴുതിയ പ്രവചനം 22-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരമാണ് കർത്താവ് ചോദിക്കുന്നത്. എസെക്കിയേൽ 22:14. എസെക്കിയേൽ 22:14. അവിടെ ചോദിക്കുക, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരം. രണ്ട് കാര്യം ചോദിക്കുക. ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നീ ധൈര്യപ്പെട്ടിരിക്കുമോ? നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? എസെക്കിയേൽ 22:14 ആണേ. അവിടെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, Can your courage last? Can your strength continue during the days when I deal with you? അവിടെ ചോദിക്കുകയാണ്, നിനക്കിപ്പോൾ ധൈര്യമുണ്ട്, ആ ധൈര്യം ആ ദിവസം വരെ നിലനിൽക്കുമോ? നിന്റെ കരം ഇന്ന് ബലപ്പെട്ടിരിക്കുന്നു, ഞാൻ കണക്ക് തീർക്കുന്ന ആ ദിവസം വരെ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ? കർത്താവ് ചോദിക്കുക. അപ്പം കണക്ക് തീർക്കുന്ന നാളാ, ഒരു സെറ്റിൽമെന്റിന്റെ ദിവസമാണ്. കർത്താവ് ഉപമ പറഞ്ഞപ്പോഴും ശ്രദ്ധിച്ചോ? കർത്താവ് ഉപമ പറയുമ്പോൾ ഒരു ഓർഡറില്ല. മത്തായി എഴുതിയ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് 25-ാം അധ്യായം ആദ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 10 കന്യകമാരുടെ ഉപമ പറയുക. 10 കന്യകമാർ പറഞ്ഞിട്ട് പറയുകയാണ്, ഏത് സമയത്ത് നനയ്ക്കാത്ത നാഴികയിൽ മണവാളൻ വരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. മണവാളൻ വന്ന് കഴിഞ്ഞാലുള്ള കാര്യമാണ് പിന്നെ പറയുന്നത്. കർത്താവ് പെട്ടെന്ന് പറയുന്നത് താലന്തുകളുടെ ഉപമയാ. ഒരുവൻ 5, ഒരുവന് 2, ഒരുവന് 1 താലന്ത് കൊടുത്തു. അപ്പോൾ അവിടെ താലന്തുകളുടെ ഉപമ പറഞ്ഞിട്ട് പറയുക, ഈ താലന്തുകൾ കുഴിച്ചിട്ടവനെ എന്ത് ചെയ്യും? ദുഷ്ടദാസനെ എന്ന് വിളിച്ച് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. കണക്ക് തീർക്കുന്ന നാളിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് ഓരോന്നിനും കണക്ക് ചോദിക്കുന്ന ദിവസമാ. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം നാം ഇപ്രകാരമാണ് കാണുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 14:12. ആകയാൽ നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മൾ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതേ സമയം തന്നെ 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരമാണ് ആ ദിവസത്തെക്കുറിച്ച് പറയുന്നത്. ആ ദിവസം തീ കൊണ്ട് it shall be revealed by fire. തീ കൊണ്ടെന്ന പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. അടുത്ത വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? എല്ലാവരുടെയും നമ്മുടെ പ്രവൃത്തികളെല്ലാം വെളിപ്പെട്ട് വരുന്ന തീയിലൂടെയാ. ബാക്കിയുള്ളതിന് മാത്രമേ ഉള്ളൂ എന്തുവാ? പ്രതിഫലമുള്ളൂ. നമ്മളെ തീയിലൂടെ ശോധന ചെയ്യുന്നത് പോലെ നാം ശോധന ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താണ് മിച്ചം വരുന്നത് അതിന് മാത്രമാണ് നമുക്ക് പ്രതിഫലമുള്ളത്. അവിടെ ആർക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയും? ആർക്കും ഉറച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. കർത്താവ് കണക്ക് തീർക്കുന്ന ദിവസം മനുഷ്യരായ നമുക്കാർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവം പറയുന്നത്, കർത്താവെ നീ അകൃത്യം കണക്കിട്ടാൽ ആർ തിരുമുമ്പിൽ നിൽക്കും എന്നാ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. എന്നാൽ അല്പസമയം ചിന്തിക്കണേ, ആർക്ക് നിൽക്കുവാൻ കഴിയുമെന്ന് ദൈവവചനം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വരാം 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാമോ? 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 28-ാം വാക്യം. 1 John chapter 2:28. നമുക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? കർത്താവിൽ വസിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൽ വസിക്കണം. നാം അവിടെ വായിക്കുന്നത് 4-ാം അധ്യായം 16-ഉം 17-ഉം കൂടെ ഒന്ന് വായിക്കാമോ? 16-ഉം 17-ഉം കർത്താവിൽ വസിക്കണം. രണ്ടാമത്തെ വിഷയം. അവിടെ നാം കാണുന്ന ഇപ്പോഴേ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. മോളെ എൻ്റെ 16 എന്ന് വെച്ച് അവിടെ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം വസിക്കണം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ, ആ സ്നേഹത്തിൽ നാം തികഞ്ഞിരിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ന് ധൈര്യം ഉണ്ടാകും? ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകും. ജഡ്ജ്മെന്റ് ദിവസത്തിൽ നമ്മൾ കറേജോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നാം കർത്താവിൽ വസിക്കണം.
കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്ന് ഇതിൻ്റെ അവസാന വാക്യങ്ങൾ പറയുന്നുണ്ട്. അവസാന 2 വാക്യം, ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് 2 വേഴ്സസ് ഒന്ന് വായിക്കാമോ? അതിൻ്റെ 20-21 ഒന്ന് വായിക്കാമോ? 4:20-21. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. തനിക്ക് കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല? ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന ദൈവത്തിങ്കിൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പം ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. നാം അന്യോന്യം സ്നേഹിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇപ്രകാരം പറയുന്നത്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങളോട് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. നമുക്ക് കർത്താവിൻ്റെ ന്യായാസനത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകും. ഒരു കാര്യം നാം ചെയ്യണം, നാം കർത്താവിൽ വസിക്കണം, കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണം. കർത്താവ് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിന് നമ്മളോട് കൃപ തോന്നും, കർത്താവിന് നമ്മളോട് കരുണ തോന്നും. അങ്ങനെ ആ കരുണയിൽ നമുക്ക് എവിടെ നിൽക്കുവാൻ കഴിയും? ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നിൽക്കുവാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ചെയ്യണം, നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. സഹോദരങ്ങളെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ സ്നേഹിക്കാത്തവന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കഴിയത്തില്ല. മൂന്നാമത്തെ വിഷയം ഞാൻ ഓടിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെ അവിടെ പറയുന്നത്. സമയക്കുറവോടെ ഞാൻ ഓടിച്ചു പോവുകയാണ്. അവിടെ പറയുന്നത്, പത്രോസ് കർത്താവിനോട് വന്ന് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? അവിടെ കർത്താവ് പറയുകയാണ്, നീ 7 അല്ല 70 വട്ടം ക്ഷമിക്കണം. അവിടെ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ഒരു രാജാവ് കണക്ക് തീർക്കുവാൻ പോകുകയാണ്. ആ കണക്ക് തീർക്കുവാൻ നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ കാണുകയാണ്. 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ അടുത്ത് വിളിച്ചപ്പോൾ അവന് 10,000 താലന്ത് കൊടുത്തു തീർക്കുവാൻ നിവൃത്തിയില്ല. ആ വിധി ഉണ്ടായതെന്ന് അറിയാമോ? നീ നിന്നെ തന്നെ വിൽക്കണം, നിന്റെ ഭാര്യയെ വിൽക്കണം, നിനക്കുള്ള സകലത്തെയും വിറ്റ് നീ ആ കടം വീട്ടണം. അതാണ് അവനെതിരെയുള്ള വിധി. എന്നാൽ അവൻ ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവത്തോട് കരഞ്ഞ് യാചിക്കുമ്പോൾ ദൈവം അവൻ്റെ കടം മുഴുവൻ ഇളച്ചു കൊടുക്കുക, അവനെ വെറുതെ വിടുക. എന്നാൽ അവൻ പോകുന്ന വഴിക്ക് 100 താലന്ത് അവനോട് കടപ്പെട്ട ഒരുവനെ അവൻ കാണുകയാണ്. അവനോട് കർത്താവ് ചോദിക്കുക, എന്ത് അവനോട് പറയുക, നീ എൻ്റെ കടം തിരിച്ചു തരണം. അവന് കൊടുക്കുവാൻ നിവൃത്തിയില്ല. എന്നാൽ അവൻ്റെ തൊണ്ടയ്ക്ക് കയറി പിടിച്ചു എന്നാണ് പറയുന്നത്, അവനെ തടവിലാക്കി എന്നാണ് കേൾക്കുന്നത്. എന്നാൽ ഈ 10,000 താലന്ത് കൊടുത്ത് ഇളച്ച് കിട്ടിയവനാ 100 താലന്ത് അവനോട് കടപ്പെട്ടവനോട് ക്ഷമിക്കാതിരുന്നത്. ഈ ദൈവവചനത്തിലൂടെ നാം എന്താ മനസ്സിലാക്കുന്നത് അറിയാമോ? കർത്താവ് നമ്മളോട് ക്ഷമിച്ചു തന്നത് 10,000. നമുക്ക് ഈ ഭൂമിയിൽ സകല മനുഷ്യരോട് ക്ഷമിക്കാനുള്ളത് എത്ര മാത്രമാണെന്നറിയാമോ? വെറും 100. എത്ര വലിയ തെറ്റ് നമ്മളോട് ചെയ്താലും തിരുവചനം പറയുന്നു 100-ൽ താഴെയുള്ളൂ നമുക്ക് ക്ഷമിക്കാനുള്ളൂ. നമ്മൾ അത് ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയില്ല. അതാ അതിൻ്റെ അവസാന വാക്യം ഇപ്രകാരം പറയുന്നത്. ഈ 18-ന്റെ ലാസ്റ്റ് വാക്യം ഒന്ന് പറയാമോ? നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. നമുക്ക് ദൈവസന്നിധിയിൽ സിംഹാസനത്തിൻ്റെ ആ ന്യായാസനത്തിന് മുമ്പാകെ നാം ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ 1-2 കാര്യങ്ങൾ നാം ചെയ്തേ പറ്റൂ. 1, നാം കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണം. 2, കർത്താവിൽ വസിക്കണം, കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണമെങ്കിൽ നാം കാണപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കണം. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിന് തടസ്സമായി, സഹോദരങ്ങളോട് ക്ഷമിക്കുന്നതിന് തടസ്സമായി എന്തെങ്കിലും ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തിരുവചനം പറയുന്നു, ഞാനല്ല, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം പറയുന്നു, സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ക്ഷമിക്കയില്ല. ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാൻ കഴിയത്തില്ല. ആ ദിവസം നമുക്ക് നിൽക്കണമെങ്കിൽ ദൈവകൃപ വേണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നത്, നാം കർത്താവിലുള്ള ആശ്രയം, തികഞ്ഞ ആശ്രയം ദൈവസന്നിധിയിലുണ്ടായി നാം നിൽക്കുന്നുവെങ്കിൽ നമുക്കവിടെ നിൽക്കാൻ പറയും. ഇവിടെ നമുക്ക് പറയുന്നത്, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ. നമ്മുടെ സ്വന്തം നീതി കൊണ്ട് നമുക്കൊരിക്കലും ദൈവസന്നിധി ചെലുത്താൻ കഴിയത്തില്ല. നാം തിരുവചനം പഠിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഏറ്റവും ശക്തമായി നിന്ന വിശുദ്ധനായ മനുഷ്യൻ അപ്പസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം നീതിയിലല്ല, ക്രിസ്തുവേശുള്ള വിശ്വാസത്താലുള്ള നീതീകരണം തന്നെ പ്രാപിച്ചിട്ട് എനിക്ക് കർത്താവിനെ എടുക്ക ചെല്ലണമെന്ന് ഞാൻ വല്ല വിധേനയും അത് എത്തിപ്പിടിക്കാമെന്ന് വെച്ച് ഓടുന്നേ ഉള്ളൂ എന്നാ അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രയധികമാണ്
നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നമുക്ക് കർത്താവിൻ്റെ ന്യായാസനത്തിൽ നിൽക്കണമെങ്കിൽ നാം കർത്താവിൽ പൂർണ്ണമായി ആശ വെച്ച് ആശ്രയിച്ച് കർത്താവിൽ വിശ്വസിക്കണം. കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ സകലതും ക്ഷമിക്കുന്നു, ഞാൻ സകലതും പൊറുക്കുന്നു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ എഴുതിയ കൊണ്ടുവന്നേ, പക്ഷേ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചു. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുക. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകരുത്. നമ്മുടെ കണക്കിൽ നാം ഒരുപക്ഷെ വിശുദ്ധരായിരിക്കാം, എന്നാൽ ദൈവസന്നിധിയിൽ നാം ചെന്ന് നിൽക്കണമെങ്കിൽ ദൈവവചനം പറയുന്നു, ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കുകയില്ല. ഒരു ജഡത്തിനും പറയുവാൻ കഴിയത്തില്ല, ഞാൻ വിശുദ്ധിയോടെ ജീവിച്ചത് കൊണ്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. നാം കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവവചനം ഇപ്രകാരം പറയുന്നത്, എന്നിൽ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. കർത്താവിൽ വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആ സ്നേഹത്തിൽ വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളെ ഹൃദയംഗമായി അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ജൂഡ് ചാപ്റ്റർ ലാസ്റ്റ് പറയുന്നത് പോലെ നിങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള കഴിവുള്ള പിതാവായ ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം സദാകാലത്തേക്കും സർവകാലത്തേക്കും എന്നുമെന്നേക്കും തേജസ്സും മഹത്വവും ബഹുമാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.